so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. I don't think so. No. ഹായ് ഹലോ വെൽക്കം ടു ടീംസ് വ്ലോഗ്സ്. അപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ മുതലേ എല്ലാവരും പറയുന്നതാണ് ഒരു ഹോം ടൂർ ചെയ്യുമോ, അതായത് ഉത്തരാഖണ്ഡിലെ വീടുകൾ എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് തന്നെ ഹോം ടൂറാണ്. നമ്മുടെ നാട്ടിലെ വീടുകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇവർ വീടൊക്കെ പണിയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെയുള്ള എല്ലാ വീടുകൾക്കും ഇതുപോലെ ഗ്രില്ല് വെച്ചിട്ടുള്ള സിറ്റ് ഔട്ട് കാര്യങ്ങളാണ് ഉണ്ടാവുക. കാരണം പുലി പോലെയുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവും, മൃഗങ്ങളൊന്നും അകത്തോട്ട് വരാതിരിക്കാനാണ് ഇവരിങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യുന്നത്. എല്ലാ വീടിനും ഉണ്ടാവും, വിത്ത് നെറ്റും ഉണ്ടാവും കേട്ടോ. വാതിലുകൾക്കൊക്കെ നെറ്റ് ഉണ്ടാവും ഇവിടുത്തെ വീടുകൾക്കൊക്കെ. ഫ്രണ്ട് ഡോറിനും അങ്ങനെ എല്ലാ ഡോറിനും നെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെയുള്ള വീടിൻ്റെ പ്രത്യേകത ഒരു വീടിന് മിനിമം 3 വാതിലെങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൂടാതെ ജനലുകളെല്ലാം ഉള്ളോട്ടേക്കാണ് തുറക്കുക. നെറ്റ് വെച്ചതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ നെറ്റ് വെക്കാത്ത ജനലുള്ള വീടുകളിലും ഉള്ളോട്ടേക്കാണ് അവർ ജനൽ തുറക്കണ രീതിയൊക്കെ ഉണ്ടാക്കിയത്. ഇതാണ് നമ്മുടെ ഹാൾ കേട്ടോ. ഹാളിലാണ് നമ്മൾ പൂജാ റൂമായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ TV വെച്ചിട്ടുണ്ട്, സോഫ കാര്യങ്ങൾ ഒക്കെ അറേഞ്ച് ചെയ്തത് അവിടെ തന്നെയാണ്. പിന്നെ ഇതൊരു ഡൈനിങ് ഏരിയ പോലുള്ളൊരു പ്ലേസാണ്. പിന്നെ ഇതൊരു പെയിൻറ്റിങ് ആണ്, നമ്മൾ ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അതിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഡൈനിങ് സ്പേസ്. ഇവിടുന്ന് നമുക്ക് നമ്മുടെ നാട്ടിലുള്ള പോലെയുള്ള ഒരു ഡോറുണ്ട്, അതായത് പുറത്തേക്ക്. ഇവിടെയും നമുക്ക് ഇതുപോലെ നെറ്റുള്ള വാതിൽ തന്നെയാണ്. പിന്നെ അതല്ലാണ്ട് വേറൊരു ഡോറ് ഇവിടെയും കൂടെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഈ വീടിന് എനിക്ക് തോന്നുന്നു 2 ഡോർ എക്സ്ട്രാ ആയിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് വേറൊരു ഡോറും ഉണ്ടാവും. ഇതിനേക്കാൾ ഡോറുകളുള്ള വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു വീട്ടിൽ ഞാൻ പോയപ്പം 5 ഡോറാണ് ആ വീടിന് ഉണ്ടായത്. സൈഡിലേക്കൊക്കെ ഡോറ്, ഏത് വഴി കൂടെ വേണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് കയറി ഇറങ്ങി ഒക്കെ ചെയ്യാം. പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്. ഇതാണ് ഞാൻ എൻ്റെ ചാനലിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റൂമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ. ബുക്സ് കാര്യങ്ങൾ, പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ആർട്ട് വർക്കുകൾ കാര്യങ്ങൾ. ആദ്യം ഞാൻ എൻ്റെ ചാനൽ അധികവും ആർട്ട് വർക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം എല്ലാ ടൈപ്പ് ഓഫ് വീഡിയോസും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ പലപ്പോഴായിട്ട് ചെയ്തിട്ടുള്ള ബോട്ടിലാർട്ട് കാര്യങ്ങളാണ്. ഞാൻ ലൈവിലൊക്കെ ഇരിക്കുമ്പോൾ കുറേ പേര് അതെടുത്ത് കാണിച്ചു തരുമോയെന്ന് ചോദിക്കാറുണ്ട്. ഇതിങ്ങനെ മുകളിൽ ഇങ്ങനെ സേഫായിട്ട് വെച്ചുകൊണ്ട് തന്നെ എടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതാണ് അപ്പോൾ കാണിക്കാഞ്ഞത്. അതുകൂടെ ഞാൻ ഈ ഒരു സമയത്ത് കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവിടെ കുറച്ച് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് വർക്കുകൾ കാര്യങ്ങൾ. ഞാനും ഋഷിയും ഇവിടെ തന്നെയാണ് അധികവും ഉണ്ടാവുക. അവനും പഠിക്കാനായിട്ടൊക്കെ ഈ ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുക. പിന്നെ ഇവിടുന്ന് ഒരു ബുക്ക് ഷെൽഫ് ഒക്കെ സെറ്റപ്പ് ആക്കി എടുത്തത്. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ബുക്ക് ഷെൽഫാണ് കേട്ടോ. മരം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. അതും ആ ടേബിളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. നമ്മൾ വരച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാ ലോക്കൽ മരം വെച്ചിട്ട് ഉണ്ടാക്കിയത്. പിന്നെ ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂം. ഇത് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാം. ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമായിട്ടുള്ളത് ഇതാണ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പിന്നെ എന്താ പ്രത്യേകത വെച്ചാൽ ഇവിടെ ഒന്നും ആണി അടിക്കുന്നത് അത്ര പോസിബിൾ അല്ല കേട്ടോ. അപ്പോൾ ഇവിടെ മുന്നേ ഒരാൾ താമസിച്ചപ്പം അവർ TV വെച്ച സ്പേസ് ആയിരുന്നു അത്. അപ്പോൾ അവിടെ മാത്രമേ ആണി തറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ തന്നെ നമ്മൾ അങ്ങനെ ഒരു അറേഞ്ച്മെൻ്റൊക്കെ സെറ്റ് ചെയ്തെടുത്താണ്. ബെഡ്റൂമിൽ ഞാൻ അങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. ബെഡ്റൂമിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് പോകാനൊരു ഡോറുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ എവിടെ നോക്കിയാലും ഡോറാണ്. അപ്പോൾ നമുക്ക് 2 വഴി കൂടെ വരാം. ഒന്ന് ഹാളിലൂടെയും കയറാം, ഒന്ന് പുറത്തുനിന്ന് തന്നെ നമുക്ക് ബെഡ്റൂമിലേക്ക് കയറണമെങ്കിൽ അങ്ങനെയും കയറാം. പിന്നെ ഇതാണ് കിച്ചണും ഇവിടുത്തെ വീടുകളുടെയൊക്കെ കിച്ചൺ ഭയങ്കര ചെറുതായിരിക്കും. ഈ വീടിൻ്റെത് വലിയ കുഴപ്പമില്ലാത്ത വലിപ്പമുണ്ട്. പക്ഷേ അധികം വീടുകളുടെയും കിച്ചൺ ഭയങ്കര കുഞ്ഞതായിരിക്കും. ഇവർ നമ്മൾ മലയാളികളെ പോലെ ഒരുപാട് സമയം അങ്ങനെ കിച്ചണിൽ ചിലവഴിക്കുന്ന ടീമൊന്നുമല്ല. ഇവരൊരു 12:30 ആകുമ്പം കിച്ചണിൽ കയറും, കുറച്ച് ദാലും കുറച്ച് ചോറിന് അരിയൊക്കെ അടുപ്പത്തിടും. അതൊരു 1 മണിയാകുമ്പോഴത്തേക്കായിട്ട് 2 ചപ്പാത്തിയും കൂടെ ചുട്ട് കഴിക്കും. അങ്ങനെ അതാണ് ഇവരുടെ ഒരു കിച്ചണിലെ സെറ്റപ്പ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ചെറുതായിട്ടായിരിക്കും കിച്ചണൊക്കെ ഉണ്ടാവുക. ഈ ഒരു ചെടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. ഇപ്പം ഞാനാണ് ഇതിൻ്റെ മേൽനോട്ടം നോക്കുന്നത്.
അതായത് ഇതൊക്കെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാനാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഹോം ടൂർ. ഇതൊരു പെർഫെക്റ്റ് ഹോം ടൂർ ആണോ എന്നൊന്നും എനിക്കറിയില്ല. എനിവേ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.